മോഡലിങ്ങിലും കൈ നോക്കോ? ഓ മോഡലിങ്ങിൽ തന്നെയാണ് നോക്കാം. ഇനി ഞങ്ങൾക്കും അറിയാം മാറ്റങ്ങൾ വേണമല്ലോ. മാറ്റം ആരും ആഗ്രഹിക്കുന്നതാണല്ലോ. ഓ തീർച്ചയായും മാറ്റം. ഹരിതകർമ്മസേനയുടെ ജോലിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. അയ്യോ അത് വേണ്ട. എന്തായാലും ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷന് ഒരു ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഏത് വേഷം ഇട്ടാലും ഞങ്ങൾ എപ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൂടെ ഉണ്ടാവും. മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ ഇത്ര ലുക്ക് ഉണ്ടോ? ഓ അതൊക്കെ ഉണ്ട്. ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കോൺഫിഡൻസ് തോന്നുന്നു. ആ ഇതുവരെ ഇല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനിയും പല സ്റ്റേജിലും കയറാൻ അവസരം തോന്നുന്നു. ഈ റാമ്പ് വാക്ക് ഫാഷൻ മേഖലയിൽ, ഈ മോഡലിംഗ് മേഖലയിൽ എന്തെങ്കിലും സാധ്യത വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ചാൻസ് കിട്ടിയാൽ ഞങ്ങൾ പോകും. 50 വയസ്സാവാനായി കണ്ടാ തോന്നൂല. ശരിക്കും മേക്കപ്പിന്റെ ആണോ? അല്ല, ഒറിജിനൽ ഇങ്ങനത്തെ. ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. ഇനിയും വേറെ റാമ്പിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇത്രയും മേക്കപ്പ് ഒന്നും ഇടാറില്ല സാധാരണ നിലയിൽ. അപ്പൊ ഈ ആത്മവിശ്വാസം തോന്നുമ്പോൾ സ്ഥിരമാക്കാൻ തോന്നുന്നുണ്ടോ ഈ മേക്കപ്പ് ഒക്കെ? ചിലപ്പോ. എൻ്റെ അമ്മയും ഇതിന് കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാണാൻ വന്നതാണ്. വന്നപ്പോൾ ലാസ്റ്റ് എനിക്ക് ഇതായി പോയി. നല്ല രസമുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് കുറേ പേർക്ക് സാരി എടുക്കേണ്ടി വന്നു. പക്ഷേ നല്ല രസമുണ്ട് എന്തായാലും. ഇല്ല. ഹരിതകർമ്മസേനയിൽ നമ്മളൊരു മാറ്റം സംഭവിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെതായ കോൺഫിഡൻസ് ഉണ്ട്. വേണം. 53 കഴിഞ്ഞ്. മേക്കപ്പ് കെട്ട് കാണുമ്പോൾ തീരെ പ്രായം തോന്നിക്കുന്നില്ല. അല്ലാണ്ട് അങ്ങനെ തന്നെയാണോ? പ്രായം തോന്നിക്കൂലേ? ഇല്ല. മേക്കപ്പ് ഇട്ടാണോ അതോ നോർമലി അങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. തോന്നിക്കൂല. പരിപാടി അടിച്ചുപൊളിയാ. ഇതുവരെ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവസരം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. ഇല്ല, മേക്കപ്പ് ഇട്ടില്ല. ആദ്യമായിട്ട് ഇടുക. ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ മേക്കപ്പ്. ഈ പരിപാടി കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു റാമ്പ് വാക്കാണ്. ഇത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. അതായത് അവർ സാധാരണ സ്റ്റീല് പ്ലേറ്റ് ഈ സാധനങ്ങൾ പെറുക്കുന്നതിനേക്കാൾ ഉപരി അവർ സാമൂഹ്യ ജീവിയാണെന്നും സമൂഹത്തിൽ അവരുടെ വിലയും നിലയും ഉയരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷനും KSWMPയും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. അടുത്തത് നമ്മൾ ഫാഷൻ ഷോ തന്നെ നടത്താനുള്ള പരിപാടിയിലാണ്. കാരണം അത്രയും വൈബായിട്ടാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് തുടങ്ങുന്നതിനെക്കാട്ടുള്ള വളരെ കൂടുതൽ ഇവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മിസ് കേരള അല്ലെങ്കിൽ മിസ് കോഴിക്കോടിനൊക്കെ ഞങ്ങൾക്ക് മത്സരിക്കാന്നുള്ള രീതിയിലേക്ക്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഹരിതകർമ്മസേനയുടെ ഇങ്ങനെ ഒരു റാമ്പ് വാക്ക് നടക്കുന്നത്. ഈ വേഷത്തിൽ കാണുമ്പോൾ എനിക്ക് ഏറെ അഭിമാനം കൊണ്ട്. നമ്മളെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ നിന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് താഴെ തട്ടില്ല, ഏറ്റവും ഉയരങ്ങളിലാണ്. പിന്നെ എന്താണ്, ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ പൊൻതൂവൽ എന്നാണ് ഹരിതകർമ്മസേനനെ ഉപമിക്കേണ്ടത്. അടിപൊളിയാണ്. കൂളിംഗ് ഗ്ലാസ് ഞാനൊരു ടൂറ് വാങ്ങിയിട്ട് കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പോൾ എടുത്തു വെച്ചത് അവിടെ പഞ്ചാബ്. അതെ ഉണ്ടല്ലേ. താങ്ക് യു. ലുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ലുക്ക് കുറയോന്നൊരു പേടിയുണ്ട്. ഇതുവരെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു മുമ്പ് ഒരു അവസരം കൂടിയാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അതായത് ഇങ്ങനത്തെ ഒരു മേക്കപ്പ് നമ്മൾ ഇട്ടപ്പോൾ ഒന്നും കൂടി നമുക്കൊരു എനർജി കിട്ടിയ മാതിരി. എനർജി അതെ, ഒരു ആത്മവിശ്വാസം വന്ന പോലെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർ ആവും ചെയ്യാമല്ലോ.
മാറ്റം ഞങ്ങൾക്ക് വരുത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. എല്ലാവരും എന്താ പറയുക അകറ്റി നിർത്തിയ ഒരാൾക്കാർ ഇപ്പോൾ ഇത്രയും ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റും ഞങ്ങൾക്കും, ഞങ്ങൾ വിചാരിച്ചാലും സാധിക്കാതായ ഒന്നും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇല്ല എന്നുള്ളത് ഹരിതകർമ്മസേന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഏത് ഉയരങ്ങളിലെത്തിയാലും ആ ഹരിതകർമ്മസേന എന്നുള്ള ആ പേര് എന്നും ഞങ്ങളെ കൂടെ തന്നെ വേണം. അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുന്ന പേരാണ് ഹരിതകർമ്മസേന. നന്നായി തോന്നുക. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പം പിന്നെ പ്രശ്നമില്ല, അടിപൊളിയായിരുന്നു. എത്ര റാമ്പായാലും കയറാം. പിന്നെ ഉറപ്പായിട്ടും കയറും. നമ്മുടെ നാട് സുന്ദരമാക്കുന്നവരാണ് സുന്ദരികളും സുന്ദരന്മാരുമായി റാമ്പ് വാക്ക് ചെയ്ത് തകർത്തത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.